എല്ലാവർക്കും നമസ്കാരം. സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. സുഭാഷിതം ഡിജിറ്റൽ ചാനൽ നിരവധി ആളുകളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അതിൽ രണ്ട് സമീപനമാണുള്ളത്. ഒന്ന്, അതിനെ സംബന്ധിക്കുന്ന വീഡിയോകൾ ചെയ്യുക, ആ വിഷയങ്ങൾ സമൂഹത്തിലെത്തിക്കുക. അതിൽ ഒന്നാമത്തെ, വേണമെങ്കിൽ ചെറിയ ഫോളോ അപ്പ് അതിൽ നടത്തും. നമ്മൾ ബന്ധപ്പെട്ട ആളുകളെ വിളിക്കുക, കാര്യങ്ങൾ ചെയ്യും. രണ്ടാമത്, ഒരു വിഷയം, നമ്മൾ ഒരുപാട് വിഷയത്തിൽ ഇടപെട്ടു. ഇതാണ് ആശാ വർക്കേഴ്സിൻ്റെ വിഷയത്തിൽ കുറേ വീഡിയോ ചെയ്തു, തൊഴിലുറപ്പുകാരുടെ വീഡിയോ ഒരുപാട് ചെയ്തു, അത് ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന നിലയിലേക്കുള്ള വീഡിയോസ് ചെയ്തു. അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ ക്ഷേമനിധി ബോർഡുമായി ബന്ധപ്പെട്ട അവർക്ക് കിട്ടാത്ത പ്രശ്നങ്ങൾ ചെയ്തു, പല ആളുകളുടെയും ചെയ്തു. പക്ഷേ ഏതെങ്കിലും ഒരു വിഷയം നമുക്ക് സീരിയസ് ആയിട്ട് എടുക്കണമല്ലോ എന്നുള്ളൊരു ചിന്തയിൽ, ഒരു ഫോളോ അപ്പ് വേണമെന്നുള്ള ചിന്തയിൽ ഞങ്ങളുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ എത്തിയത് അങ്കണവാടികളാണ്. രണ്ടാണ് അതിൻ്റെ കാരണം. ഒന്ന്, ഒരു രാജ്യത്തെ കുട്ടികളെ വികസിപ്പിച്ചെടുത്താൽ, പ്രത്യേകിച്ച് 13 വയസ്സിന് താഴെയുള്ള കുട്ടികളെ വികസിപ്പിച്ചെടുത്താൽ ആ രാഷ്ട്രം പുരോഗമിച്ചു എന്ന് വിശ്വസിക്കുന്നവരാണ് സുഭാഷിതം ചാനൽക്കാർ. ഞങ്ങളെല്ലാവരും അങ്ങനെ വിശ്വസിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കുട്ടികളുടെ സ്വഭാവ രൂപീകരണം, രാജ്യസ്നേഹം, പരിസ്ഥിതി സ്നേഹം, പഠിക്കാനുള്ള കഴിവ്, അവരുടെ ക്രിയാത്മകത, അവരുടെ കല, സാഹിത്യ വാസനകളെല്ലാം പുറത്ത് കൊണ്ടുവരേണ്ടത് അച്ചടക്കമുള്ള കുട്ടികളായിരിക്കണം. അതേസമയം സകല വാസനകളും പുറത്തെടുക്കാൻ കഴിയുന്ന വളരെ നല്ല കുട്ടികളായി അവർ വരേണ്ടതുണ്ട്. അതിന് പറ്റിയ പ്രായമാണ് ഈ 13 വയസ്സിന് താഴെയുള്ളത്, പ്രത്യേകിച്ച് 1 വയസ്സ് മുതൽ 6 വയസ്സ് വരെ. അപ്പോൾ ഭാവി പൗരന്മാരെ വാർത്തെടുക്കുന്ന ഫാക്ടറികളോ അല്ലെങ്കിൽ കലാശാലകളോ ശില്പശാലകളോ ഒക്കെയാണ് അങ്കണവാടികൾ. അതുകൊണ്ടാണ് ആ വിഷയം സീരിയസ് ആയി പഠിക്കാൻ തീരുമാനിച്ചത്. ഇപ്പോൾ എന്തായാലും കേരളത്തിൽ അങ്കണവാടി തുടങ്ങിയിട്ട് 50 വർഷമായി. അവരുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയിൽ തുടങ്ങി 50-60 വീഡിയോ ഞങ്ങൾ ചെയ്തു. വീഡിയോകൾ ചെയ്യും തോറും പ്രശ്നങ്ങൾ പുതിയത് വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, സുഭാഷിതം ചാനൽ. ഇതിൻ്റെ താഴെ ആളുകൾ ഈ കമൻറ്റ് ബോക്സിൽ അവരുടെ നമ്പർ, അംഗനവാടി വർക്കർ ഹെൽപ്പർമാർ മാത്രമാണ്, പെൻഷൻകാരും വേറെ ആരും ചേർക്കുന്നില്ല. അവരുടെ നമ്പർ ഇട്ട് അവരുടെ പൊസിഷൻ കൂടി പറഞ്ഞാൽ അവരെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേർക്കും. രണ്ടാമതിൻ്റെ ഒരു കോർഡിനേഷൻ കമ്മിറ്റി സംസ്ഥാന തലത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലെയും കോർഡിനേഷൻ ആളുകളെ ഉൾപ്പെടുത്തിയൊരു കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലും വരാൻ താല്പര്യമുള്ളവർക്ക് വരാം. അപ്പോൾ CITU, AITUC, INTUC പോലുള്ള സംഘടനകൾ പ്രവർത്തിക്കുന്നവരുണ്ട്. അതൊന്നും നമുക്ക് തടസ്സമല്ല, ഇതിലൊരു രാഷ്ട്രീയവുമില്ല. ആ സമിതിയിലേക്ക് വരാം. മൂന്നാമത്, ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം, അങ്കണവാടികളുടെ സമഗ്രമായ അങ്കണവാടികളെക്കുറിച്ച് പഠിക്കാൻ ഒരു സംഘം പുറപ്പെടുകയാണ്. എൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം കേരളത്തിലെ അങ്കണവാടികളെക്കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. അത് വളരെ വിശദമായി പഠിക്കും. അങ്കണവാടികളുടെ എത്ര അങ്കണവാടികൾ, അതിൻ്റെ പ്രശ്നങ്ങൾ എന്താണ്, എത്ര ടൈപ്പ് ഉദ്യോഗസ്ഥരുണ്ട്, അവരെന്തൊക്കെ ജോലി ചെയ്യണം, ആ ജോലിയിൽ ഇപ്പോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടെന്താണ്, അവരുടെ വേതന വ്യവസ്ഥകൾ എന്താണ്, ക്ഷേമനിധി എന്താണ്, അവരുടെ പെൻഷൻ പ്രശ്നം എന്താണ്, എന്തൊക്കെ ഫയലുകളാണ് മുടങ്ങിക്കിടക്കുന്നത്, ഇതുമായി ബന്ധപ്പെട്ട കോടതി വിധികൾ എന്താണ്, ആരൊക്കെ കേസ് കൊടുത്തിരിക്കുന്നു, ഇത്തരം വളരെ വിപുലവും വിശാലമായ ഒരു പഠനമാണ്. അത് കുറച്ച് മാസം നീണ്ടു നിൽക്കും, ചിലപ്പോൾ കുറച്ചധികം സമയം നീണ്ടു നിൽക്കും. അതിന് എല്ലാവരും സഹായിക്കുക. ഒരു ക്വസ്റ്റ്യനെയറൊക്കെ നമുക്ക് തയ്യാറാക്കി, ചോദ്യവരെയൊക്കെ തയ്യാറാക്കി താഴെ കൊടുക്കാം. ഇതൊരു ജനകീയ പഠനമായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ പഠന സംഘത്തിൽ ഈ വീഡിയോ കാണുന്ന ഒരു 100 പേരെങ്കിലും നമ്മുടെ പഠന സംഘത്തിലേക്ക് വേണം. അതിലൊരു 50, 100, 150 പേരുണ്ടെങ്കിലും നല്ലത് തന്നെ. അതിൽ 3-1 പെൻഷൻകാരായിക്കോട്ടെ, ഒരു 3-1 വർക്കേഴ്സ് ആയിക്കോട്ടെ, 3-1 ഹെൽപ്പേഴ്സ് ആയിക്കോട്ടെ. ഈ 3 വിഭാഗത്തിലുള്ള 10, 100, 150 പേർ ഞങ്ങൾക്ക് ഡയറക്റ്റ് സഹായിക്കണം സുഭാഷിതം ചാനലിനെ. എല്ലാ ഒരു 10 പേരെ വെച്ചെടുത്തോളൂ, 140 പേരെ 14 ജില്ലയ്ക്ക് എടുക്കാം. അത് കഴിഞ്ഞ് താഴെ നമുക്ക് 66,000 ആളുകൾക്കും ഈ ഫോം കൊടുത്ത് വിവരങ്ങൾ എടുക്കണം. 33,000 അംഗൻവാടിയിലും ഈ കാര്യങ്ങൾ എത്തണം. അതിന് ഈ വീഡിയോ നിങ്ങൾ എല്ലായിടത്തും എത്തിക്കുക. നമ്മളൊരു പഠന സംഘത്തെ ചുമതലപ്പെടുത്തുകയാണ്. വളരെ കൃത്യമായി ഒരു റിപ്പോർട്ട്, സമഗ്രമായ റിപ്പോർട്ട് തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊരു ഹിമാലയൻ ടാസ്ക്കാണ്, വലിയ പണിയാണുള്ളത്. പക്ഷേ അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും സഹകരണം പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. ഇതിൽ പഠനത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ദയവായി ഇതിൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ അവരുടെ പേരും അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ഇടുക. പേരിടണമെന്നില്ല, അത് പിന്നെ കോൺടാക്ട് ചെയ്തോളും ഞങ്ങളുടെ ടീം. മൊബൈൽ നമ്പർ അടിക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ വച്ചിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് നിങ്ങൾ കാര്യങ്ങൾ വാട്സപ്പ് ചെയ്യുക. നമുക്കൊന്നിച്ച് നീങ്ങാം. വളരെ മനോഹരമായ ഒരു റിപ്പോർട്ട് നമുക്ക് പുറത്തു കൊണ്ടുവരാം. അതിലൂടെ തുടർ പ്രവർത്തനങ്ങൾക്കും സുഭാഷിതം ചാനൽ നിങ്ങളോടൊപ്പം എന്നും ഉണ്ടാകും.